പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സീറോ മലബാർ ആരാധനക്രമത്തിലെ തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വചനങ്ങളാണ്. ആ വചനത്തിന്റെ ഒരു വിശദമായ കുറിപ്പ് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവചനങ്ങൾ അതിപ്രകാരമാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനും എന്ന് പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ തിരുവചന ഭാഗം നമുക്കൊക്കെ വളരെ സുപരിചിതമായ വചനഭാഗമാണ്. മോശ ദൈവത്തെക്കുറിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോശയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. അതിങ്ങനെയാണ്, ഞാൻ തന്നെ, ഐ ആം ഹു ഐ ആം. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ യേശു ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാൻ, മറ്റു ചിലർ ഏലിയ, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് പറഞ്ഞു. നാട്ടുകാർ പലതും പറയുന്നു, നാട്ടിലുള്ളവർ പലതും പറയുന്നു. അതെന്താണെന്ന് അറിയാൻ ഈശോയ്ക്കൊരു താല്പര്യം. അതുകൊണ്ടാണ് ഈശോ ചോദിച്ചത്, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവര് പറഞ്ഞ ഉത്തരങ്ങൾ കർത്താവ് കേട്ടു. പിന്നീട് അടുത്തൊരു ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളും കേട്ടിട്ടുണ്ട്, പലരും പറയുന്നുണ്ട്, പലരും പല അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, ജീവിത സാക്ഷ്യങ്ങളുണ്ട്. പല വചന പ്രഘോഷകരുടെ വചന ധ്യാനങ്ങളും ശുശ്രൂഷകളും നമ്മൾ കേൾക്കുന്നു, പലരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അവർക്കൊക്കെ യേശു എന്താണ് എന്ന് അവരുടെയൊക്കെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ ഈ നൂറ്റാണ്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ പറഞ്ഞതുപോലെ ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരെന്നൊക്കെ പറയുന്നു. എനിക്ക് കർത്താവ് വലിയ അനുഗ്രഹദാതാവാണ്. എനിക്ക് സൗഖ്യം നൽകുന്നവനാണ്. എന്നിലെ തിന്മയെ എടുത്തു മാറ്റുന്നവനാണ്. പൈശാചിക ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാണ്. എന്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനാണ്. എന്റെ കൂടെ നടക്കുന്നവനാണ്. എന്റെ കൂടെ ഇരിക്കുന്നവനാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങള് ഇന്ന് കർത്താവ് വന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്. പറയും. എന്നാൽ ഇന്ന് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോടും നിങ്ങളോടും. ഇന്ന് ഈ ഡിവിന മിസ്രിക്കോർഡിയ മിനിസ്ട്രിയിലൂടെ, ഈ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, തിരുസഭ മാതാവിലൂടെ, സീറോ മലബാർ ആരാധനക്രമത്തിലൂടെ ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുമ്പോൾ, സഭാ മാതാവിലൂടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ മുമ്പിലേക്ക് യേശുക്രിസ്തു ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ ആരെന്നാണ്
പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നീ പറയുന്നത്? നിന്റെ ജീവിതത്തിൽ ഞാൻ ആരാ? നിന്റെ ജീവിത കാലഘട്ടം ഇപ്പൊ ചിലപ്പോ 20 വയസ്സ്, 30 വയസ്സ്, അല്ലെങ്കിൽ 10 വയസ്സ്, 50 വയസ്സ്, 60, 70, 80, എത്രയാണോ നിന്റെ വയസ്സ്, അത്രയും കാലം നീ ഈ ലോകത്ത് ജീവിച്ച വ്യക്തിയാ. മാമോദീസ സ്വീകരിച്ചിട്ട് നീ വർഷങ്ങൾ പിന്നിട്ടു. അതികുർബാന സ്വീകരണം നീ നിന്റെ ജീവിതത്തിൽ നടത്തി, സ്ഥൈര്യലേപനം നടത്തി. വിവാഹം എന്ന കുദാശ, അല്ലെങ്കിൽ സന്യാസ ജീവിതം, പൗരോഹിത്യത്തിന്റെ ജീവിതം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതാന്തസ്സിലേക്കുള്ള നമ്മുടെ കുദാശകളൊക്കെ സ്വീകരിച്ചവർ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന നമ്മുടെ ജീവിതം, അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ നിരന്തരം പ്രാർത്ഥനയിൽ സജീവമായി നിൽക്കുന്നവർ, നിരന്തരം എല്ലാ ദിവസവും പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവർ, സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്നവർ, ഇങ്ങനെ നിൽക്കുന്ന എന്നോടും നിങ്ങളോടും തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് തിരുസഭ മാതാവിലൂടെ: ഞാൻ നിനക്കാരാ? ഞാൻ ആരെന്നാണ് നീ പറയുന്നത്, പ്രിയപ്പെട്ട മോനെ, മോളെ? അപ്പോൾ പത്രോസ് പറഞ്ഞൊരു ഉത്തരമുണ്ട്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിന്റെ കൂടെ നടന്ന പത്രോസും സ്ലീഹന്മാരും അനുഭവിച്ചറിഞ്ഞ കാര്യം, അവരുടെ ജീവിതത്തിൽ അവർ രുചിച്ചറിഞ്ഞ കാര്യം, അവർ പറയുകയാണ്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്: എനിക്ക് എന്റെ യേശു ആരാ? എന്റെ കാര്യലാഭത്തിന് വേണ്ടിയുള്ള ഒരു ദൈവമാണോ എന്റെ യേശു? ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം നടക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഞാൻ പോയി മുട്ടും, ചോദിക്കും, അന്വേഷിക്കും. അപ്പോൾ എനിക്കെല്ലാം തരുന്ന ഒരു ദൈവം. അപ്പൊ എനിക്ക് യേശുവോട് വലിയ സന്തോഷം. എന്റെ കാര്യങ്ങളൊക്കെ നടക്കണം. കാര്യലാഭത്തിന് വേണ്ടിയുള്ള ഒരു ഈശോയാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോ ആരാ? നമ്മൾ എന്താണ് അനുഭവിച്ചത്? കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവനെന്ന സങ്കീർത്തകൻ പറയുന്നത്. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. അനുഭവിച്ചറിഞ്ഞ ഒരു ക്രിസ്തുവിനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. 1995 മുതലാണ് ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞത്. അതിനു മുമ്പ് യേശു എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല ഞാൻ പറയുന്നതിൽ നിന്ന്. ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പഠനം ജോലി ഇങ്ങനെയായി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. മസ്കറ്റിലായിരിക്കുന്ന സമയത്ത്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, എൻ്റെ 24ാമത്തെ വയസ്സിലാണ് കൂടുതലായി യേശുവിനെ രുചിച്ചറിയുന്നത്. അത് ഇന്നലെ വർഗീസ് ചെമ്പോലി അച്ഛൻ ഷാലോമിലൂടെ അഗാപ്പെ എന്ന ഒരു മിനിസ്ട്രിയിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തെ കുറിച്ച് പറയുന്ന ഒരു രംഗത്ത് അച്ഛൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, എന്റെ പേര് പറഞ്ഞുകൊണ്ട്. ഞാൻ പള്ളിയിൽ സജീവമായിട്ട് പോകും, കുദാശകളിലൊക്കെ പങ്കെടുക്കും. അൾത്താരപാലനായിരുന്നു നാട്ടിലായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കടന്നുപോയ സമയത്ത്, ഒമാനിൽ ജോലിക്കായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത്, അവിടെ മാസത്തിൽ ഒരിക്കൽ മലയാളം കുർബാന ആരംഭിച്ചു. വർഗീസ് അച്ഛൻ അവിടെ വന്ന സമയത്താണ്. അപ്പോ അവിടെ അച്ഛന്റെ ഒരു പ്രത്യേകതയാണ്, ഈ കുർബാനയുടെ സമയത്ത് കാറോസുസ പ്രാർത്ഥന സ്പോണ്ടേനിയസ് ആയിട്ട് ആളുകളെ കൊണ്ട് ചൊല്ലിക്കും. സാധാരണ ആൾക്കാരോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കും, നിങ്ങൾ ചെല്ലണം എന്നൊക്കെ പറഞ്ഞ്, ആദ്യകാലമല്ലേ, പറഞ്ഞു വെക്കും. ഒരു ദിവസം അച്ഛൻ തിരക്ക് കാരണം ആരെയും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം ഞാൻ കുർബാനയ്ക്കായിട്ട് അവിടെ ചെല്ലുമ്പോ പള്ളിയുടെ വാതിൽക്കൽ ഞങ്ങളിങ്ങനെ കൂട്ടുകാരുമായി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, കുർബാനയ്ക്ക് കയറാൻ പോവുക, ഇന്നത്തെ കാറോസുസ പ്രാർത്ഥന ജിജിമോൻ ചെല്ലണം. എനിക്ക് അങ്ങനെ ഒരു പരിചയമേ ഇല്ല. ഞാൻ അങ്ങനെ ഒരു അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പതുക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല. അങ്ങനെ എനിക്ക് അച്ഛൻ പറഞ്ഞു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നല്ലേ പറയുന്നത്. ഞാൻ അച്ഛനെ അനുസരിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാൽ പള്ളിയിലേക്ക് ഞാനും കയറി. എന്നിട്ട് കാറോസുസയുടെ സമയമായപ്പോ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് ഞാൻ വളരെ സ്ഫുടമായി ശബ്ദമുയർത്തി നല്ല പ്രാർത്ഥന കർത്താവ് തോന്നിച്ച്. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തതല്ല, പരിശുദ്ധാത്മാവ് സംസാരിച്ച
യഥാവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നുള്ള റോമാലേഖനം 8:26 അന്വർത്ഥമായ നിമിഷം. അങ്ങനെ മനോഹരമായ പ്രാർത്ഥന ചെല്ലുവാൻ കർത്താവ് എന്നെ ആ സമയത്ത് അനുവദിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്, 10, 25, 26, 27 വർഷങ്ങളായി. അത് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയപ്പോ എന്നെ അധികം ആളുകൾക്കൊന്നും അറിയത്തില്ല. അവരെല്ലാം വന്ന് എന്നെ അഭിനന്ദിക്കാൻ തുടങ്ങി. അച്ഛനും വന്നു. അച്ഛനും പറഞ്ഞു നല്ലതായിരുന്നു പ്രാർത്ഥന. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷ അനുഭവമായിരുന്നു. പിന്നീട് അച്ഛനാണ് എന്റെ സ്പിരിച്വൽ ഡയറക്ടർ. ഇപ്പോഴും ഞങ്ങളുടെ അഗാപ്പെ ഇന്റർനാഷണൽ കാത്തലിക് മിഷന്റെ സ്പിരിച്വൽ ഡയറക്ടറാണ്. അച്ഛൻ വർഷങ്ങളോളം ഗൾഫിലായിരുന്നു. കപ്പൂച്ചിൻ സഭയുടെ പ്രൊവിൻഷ്യലായിരുന്നു. അങ്ങനെ സേവനം ചെയ്ത് ഇന്ന് ശുശ്രൂഷയിലൊക്കെ സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പം പിന്നീട് അച്ഛന്റെ ഗൈഡൻസിലൂടെയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ തുടങ്ങാനും വചന ശുശ്രൂഷയിലേക്ക് വരാനും ഇന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായി ശുശ്രൂഷ ചെയ്യാനൊക്കെ ഇടയാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അനുഭവിച്ചറിഞ്ഞൊരു യേശു ക്രിസ്തുവിനെ കുറിച്ച്. പിന്നീട് എന്റെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ തൊട്ടനുഭവിച്ച ധാരാളം അനുഭവങ്ങളുണ്ട്. അനുഭവിച്ചറിഞ്ഞൊരു ക്രിസ്തുവിനെയാണ് ഞാൻ പ്രഘോഷിക്കുക. കഴിഞ്ഞ 3rd ഫ്രൈഡേയില് ഞാൻ ശുശ്രൂഷയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, അനുഭവിച്ചറിഞ്ഞ ഒരു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ, എന്റെ ജീവിതത്തിൽ സ്പർശിച്ച, ഞാൻ രുചിച്ചറിഞ്ഞ എന്റെ കർത്താവിനെയാണ് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുക. എല്ലാ 3rd ഫ്രൈഡേയിലും ഈ ശുശ്രൂഷ ദൈവനെ ഏൽപ്പിച്ചിരിക്കുക, സാധിക്കുന്നിടത്തോളം ചെയ്യുവാനായിട്ട്. ദൈവം അതിന് ഇടയാകട്ടെ, അതിന് അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കൃപ, ദൈവത്തിന്റെ ഹിതം അത് മാത്രം നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസും ശിഷ്യന്മാരും അനുഭവിച്ചറിയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് പഴയ നിയമഗ്രന്ഥം മുതൽ നമ്മൾ കാണുന്നത് എന്താ? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകണ്ടേ? ആ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഏത് പാതിരാത്രിക്കും ഏത് സമയത്തും തമ്പുരാനെ കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. അതാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ നമുക്ക് സാധ്യമാകുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ജീവന്റെ അപ്പമായി എന്റെ കർത്താവിന്റെ ജീവിതത്തിലുണ്ടോ? ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ദ ബ്രെഡ് ദാറ്റ് ഗിവ്സ് മീ ലൈഫ്. എന്റെ ജീവിതത്തിന് അപ്പമായി മാറുന്നവൻ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭോജനമാണ് എന്റെ കർത്താവ്. ആ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവനും ഒരിക്കലും വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. മത്തായി സുവിശേഷത്തില് 15-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വചനങ്ങളില് ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എന്നാ കർത്താവ് പറയുന്നത്. 3 ദിവസമായി ഇവർ എന്നോട് കൂടെയാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. ഈശോയുടെ അടുത്ത് വന്ന് അവർക്ക് വിശക്കുന്നില്ല, അവർക്ക് ദാഹമില്ല. പക്ഷെ അവർ 3 ദിവസമായിട്ട് നടക്കുകയാ. കർത്താവിന്റെ വചനം കേട്ട്, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ സ്വീകരിച്ച്, അവൻ കൊടുക്കുന്ന വിടുതലുകൾ അനുഭവിച്ച് അവന്റെ കൂടെ 3 ദിവസമായി നടക്കുന്നു എന്നല്ലേ വചനം പറയുന്നത്. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശോയുടെ കൂടെ നടന്നവർക്ക് വിശക്കുന്നില്ല, ദാഹിക്കുന്നില്ല. എന്നാൽ കർത്താവിന് അവരോട് അനുകമ്പ തോന്നുകയാണ്. ഞാനും നിങ്ങളും യേശുവിനോട് കൂടെ നടക്കുമ്പോ നമുക്ക് ദാഹിക്കുകയില്ല, വിശക്കുകയില്ല. കാരണം അവന്റെ അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഭോജനമാണ്. വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ വിശുദ്ധര് നമ്മുടെ ലോകത്തുണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. ധാരാളം വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധ കുർബാനയും
വെള്ളവും മാത്രം കുടിച്ച് ജീവിക്കുന്നവരായിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാ അത് സാധിക്കുന്നത്? തങ്ങളുടെ ജീവിതം അതിനായി മാറ്റിവെച്ച്, പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ച്, പൂർണ്ണമായിട്ടും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം, വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട്, തിരിശരീര രക്തങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട്, പിന്നെ വെള്ളം മാത്രം, അതിനോടൊപ്പം വെള്ളം കുടിച്ച് ജീവിക്കുന്ന ധാരാളം ജീവിതങ്ങൾ. ഇതാണ് ഈ വചനത്തിന്റെ സത്യം. എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന് യേശു പറയുന്നത് ഇവിടെയാണ് അന്വർത്ഥമാകുന്നത്. പ്രിയമുള്ളവരെ, ഈശോയുടെ അടുത്ത് വന്ന് അവർക്ക് വിശക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ദാഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമായി മാറണ്ടേ? ഭൗതിക ജീവിതമല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ആധ്യാത്മിക ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് നമ്മൾ തിരിച്ചറിയണം. മരണത്തിന് ശേഷവും നമുക്കൊരു ജീവിതമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഏറിയാൽ എത്ര നാള്? വചനമനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 70 വയസ്സ്, ഏറിയാൽ 80, അതിന് മുകളിലേക്ക് കിട്ടുന്നൊക്കെ ബോണസ്. അങ്ങനെ കിട്ടുന്ന ഈ കാലഘട്ടമാണ് നമുക്കിവിടെയുള്ളത്. എന്നാൽ പ്രഭാഷകന്റെ പുസ്തകത്തില് പറയുന്നുണ്ട്, നിത്യതയോട് തുലനം ചെയ്യുമ്പോ ഈ ഭൂമിയിലെ 100 വയസ്സ്, നമുക്കറിയാം 100 വയസ്സെന്ന് പറഞ്ഞാൽ ദീർഘായുസ. 100-100ന് മുകളിലുള്ളവർക്ക് നമ്മൾ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറുണ്ട്. വചനം പറയുന്നത് 100 വയസ്സെന്ന് പറഞ്ഞാൽ ദീർഘായുസാണ്. എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോ ഈ 100 വയസ്സെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും മണൽ തീരത്തെ മണൽത്തരികളിൽ ഒരു മണൽത്തരി പോലെമേ ഉള്ളൂ എന്നാണ്. അപ്പൊ എത്രയോ നിസ്സാരമാ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് ഓർക്കണം. എന്നാൽ നിത്യത എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. തമ്പുരാനോട് ചേർന്നുള്ള ജീവിതം എന്ന് പറയുന്നതാണ് നിത്യത എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു നിത്യജീവൻ, ഏകസത്യമായ യേശുക്രിസ്തുവിനെയും അവിടുന്ന് അയച്ച ഏകസത്യമായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ 17:3 നമ്മളോട് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുമ്പോ, അറിഞ്ഞ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് അവനോടുകൂടെ വസിക്കുന്ന ആ നിത്യജീവന്റെ അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തമാക്കണം. ജീവന്റെ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവന്റെ അപ്പവും ജീവന്റെ വചനവും, അതാണല്ലോ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യ ഭാഗത്ത് വിശുദ്ധ കുർബാനയിൽ ദ ബ്രേക്കിംഗ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിന്റെ വചനം നമുക്ക് മുറിച്ചു നൽകപ്പെടുകയാണ്. CCCയില്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിന്റെ 131ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, സഭയ്ക്ക് താങ്ങും ശക്തിയും, സഭാ തനിയർക്ക് കരുത്തും, ആത്മാവിന് പോഷണവും, ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും സനാതനവുമായ ഉറവിടവും ആകത്തക്ക വിധം ബലവും കഴിവും ഉള്ളതാണ് ദൈവത്തിന്റെ വചനം. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്കുള്ള മാർഗം വിശാലമായി തുറന്നിടണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്, സഭ ഉദ്ബോധിപ്പിക്കുന്നത്. സഭയ്ക്ക് താങ്ങും ശക്തിയും, സഭാ തനയർക്ക് കരുത്തും, നമ്മുടെ ആത്മാവിന് പോഷണവും, ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും സനാതനവുമായ ഉറവിടവുമാകത്തക്ക വിധം ബലവും കഴിവുമുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തമാകണം. വീണ്ടും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCC 141 പറയുന്നു, കർത്താവിന്റെ തിരുശരീരത്തെ എന്ന പോലെ സഭ വിശുദ്ധ ലിഖിതങ്ങളെ എന്നും സമാദരിക്കുന്നു. ഇവ രണ്ടും ക്രൈസ്തവ ജീവിതം മുഴുവനെയും പോഷിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, വിശുദ്ധ കുർബാനയുടെ ആരാധന എത്രമാത്രം പ്രാധാന്യം, വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ തന്നെയാണ് സഭ നിഷ്കർഷിക്കുന്നതും നമ്മളോട് ഉത്ബോധനം ചെയ്യുന്നതും. അതുപോലെ തന്നെ വിശുദ്ധ ലിഖിതത്തെയും എന്നും സഭ സമാദരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം ചില ദേവാലയങ്ങളിലൊക്കെ വലിയ പ്രതിഷ്ഠയായിട്ട് വെക്കുന്നു. വിശുദ്ധ കുർബാന പോലെ തന്നെ നമ്മുടെയൊക്കെ ഫാമിലി ഓൾട്ടറിൽ നമുക്കുണ്ടാകേണ്ടത് വിശുദ്ധ ലിഖിതമാണ്. നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ വചനം
ഉണ്ടാകണം. ദൈവവചനം പ്രതിഷ്ഠിക്കണം. പ്രധാനപ്പെട്ട സ്ഥലത്ത് നമ്മുടെ ഫാമിലി ഓൾട്ടറിൽ ഉണ്ടാകേണ്ട ഒന്നാണ് ദൈവത്തിന്റെ വചനം. അത് വളരെ മനോഹരമായിട്ട് തന്നെ പ്രതിഷ്ഠിച്ച് അലങ്കരിച്ച് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ദൈവം തന്നെയാണ്. വിശുദ്ധ കുർബാന പോലെ തന്നെ വിശുദ്ധ വചനത്തെ, ദൈവത്തിന്റെ വചനത്തെ സമാദരിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവ രണ്ടും ക്രൈസ്തവ ജീവിതം മുഴുവനെയും പോഷിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തിരിച്ചറിയുക, നമ്മള് ദൈവത്തിന്റെ വചനം, അതുപോലെ ഈശോയുടെ തിരിശരീര രക്തം. വിശുദ്ധ കുർബാനയിൽ രണ്ടാമത് നടക്കുന്നത് ഈശോയുടെ തിരിശരീര രക്തങ്ങൾ നമുക്കായി നൽകുകയാണ്. ബ്രേക്കിംഗ് ഓഫ് ഹിസ് ബോഡി ആൻഡ് ബ്ലഡ്. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈ പ്രത്യാശ വെച്ച് ജീവിക്കുമ്പോ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ അറിയണം. നിങ്ങൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നിർഭാഗ്യവാന്മാരാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ എത്രയും ഈ ലോകത്തിന്റെ ആശകൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ ജീവിതം? നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് മാത്രമാണോ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നത്? അതോ നമ്മുടെ ജീവിതം സൗഖ്യപ്പെടണം, സൗഭാഗ്യപൂർണമാകണം, അനുഗ്രഹദായകമായി മാറണം? അത് കർത്താവിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ മക്കളല്ലേ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം എന്നുള്ളത് ഈശോയുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുവിൻ. അതാണ് യേശു ക്രിസ്തുവിൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തിരുഹിതം. അപ്പൊ സന്തോഷിക്കാൻ തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തില് 5-ാം അധ്യായത്തിന്റെ 16-17 വചനങ്ങളിൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവത്തിന് സന്നിധി നന്ദി അർപ്പിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറണം. ഫിലിപ്പിയർ 4:4 അത് തന്നെ പറയുന്നു. അങ്ങനെ സന്തോഷമുള്ള ജീവിതങ്ങളായിട്ട് ജീവിക്കാൻ രോഗത്തിന്റെ നടുവിൽ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാ? ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ, ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭോജനമായി മാറുമ്പോൾ. കർത്താവ് പറയുകയാണ് യോഹന്നാൻ 6:48 മുതലുള്ള വചനങ്ങളില്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഞാൻ ജീവന്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. നാം എന്തിന് അപ്പം ഭക്ഷിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? അപ്പം കഴിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നല്ലേ. ആരോഗ്യം നമുക്ക് നൽകുന്നത് ഈ ഭോജനങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴാണ്. വളർച്ചയുണ്ടാകുന്നത് ഈ ഭക്ഷണത്തിലൂടെയാണ്. ലൈഫ്, ഹെൽത്ത് ആൻഡ് നറിഷ്മെന്റ്, വി ഗെറ്റ് ഇറ്റ് ത്രൂ ദ ഫുഡ് എവറി ഡേ വി ടേക്ക് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് ഇതൊക്കെ കിട്ടുന്നത്. എന്നാൽ ഈശോ പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈശോയാകുന്ന അപ്പം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിന് ജീവൻ നൽകുകയാണ്. ആധ്യാത്മിക ജീവിതത്തിന് ആരോഗ്യം നൽകുകയാണ്. ആധ്യാത്മിക ജീവിതത്തിന് വളർച്ച നൽകുകയാണ് വചനവും യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും. നമുക്കറിയാം, ചില സഭകളിലൊക്കെ വിശുദ്ധ കുർബാനയില്ല, അവർ വചനം മാത്രമേ ഉള്ളൂ. മാത്രം പോരാ, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് ദൈവത്തിന്റെ വചനവും വിശുദ്ധ കുർബാനയും, അല്ലെങ്കിൽ തിരുശരീര രക്തങ്ങൾ നമുക്കുണ്ടാകണം. വിശുദ്ധ കുർബാനയിൽ അതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന വിശുദ്ധ കുർബാനയാണെന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ അപ്പം മുറിക്കുന്ന ശുശ്രൂഷയും വചനം മുറിച്ചു നൽകപ്പെടുന്ന ശുശ്രൂഷയുമുണ്ട്. പുറപ്പാട് പുസ്തകത്തില് 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വചനങ്ങളില് മന്ന കൊടുക്കുന്നതായിട്ട് അവർക്ക് പഴയ നിയമ ഗ്രന്ഥത്തിലെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. അവർ ചോദിക്കുകയാണ്, ഇതെന്താണ്? അവർ പരസ്പരം ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണ് ഇതെന്നാണ് മോശ പറയുന്നത്. എന്താണ് ഇവർക്കാകപ്പെടെ ഒരു വെപ്രാളമായി ഇങ്ങനെയൊക്കെയുള്ള സാധനം കണ്ടപ്പോ. ഇങ്ങനെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു ഇങ്ങനെ അവരുടെ മുറ്റത്തൊക്കെ കിടക്കുന്നു, അല്ലെങ്കിൽ അവര് കാണുകയാണ്. അപ്പോ
അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. അപ്പം മോശ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. മോശയോട് കർത്താവ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടല്ലോ. മോശയ്ക്കറിയാം കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന ഭക്ഷണമാണ് എന്ന് പറയുകയാണ്. മന്ന നശ്വരമാണെങ്കിൽ ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാന അനശ്വരമാണ്, അനശ്വരമായ അപ്പം. അതുകൊണ്ട് ഈശോ പറയുന്ന യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ലേ നമ്മൾ കൂടുതലും അധ്വാനിക്കുന്നത്. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ നമുക്ക് ഉറങ്ങേണ്ട 8 മണിക്കൂറും കഴിഞ്ഞാൽ ബാക്കി സമയത്തിൽ എത്ര സമയം നമ്മൾ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എന്ന് നമ്മളൊരു ആത്മശോധന ചെയ്യണ്ടേ. മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അത് നമുക്ക് സുലഭമായി കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ അതിനോടുള്ള നമ്മുടെ താല്പര്യം എന്താണ്, എത്രമാത്രമുണ്ട് എന്നൊരു ആത്മശോധനയുടെ സമയം. അപ്പോഴേ നമുക്ക് യേശുവിനോട് പറയാൻ പറ്റൂ. ഈശോ ചോദിക്കുമ്പോ ഞാൻ ആരെന്നാണ് നീ പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം. യോഹന്നാൻ 6:58 ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. 53 മുതൽ 58 വരെയുള്ള വചനങ്ങളിൽ നമ്മളത് കാണുന്നത്. തുടർച്ചയായി നമ്മൾ വായിച്ചാൽ, സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചാൽ നമുക്ക് അത് മനസ്സിലാകും. ധാരാളം വചനങ്ങള് നമ്മുടെ ജീവിതത്തിന് ഉൾക്കാഴ്ച നൽകുന്ന, പ്രചോദനം നൽകുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. പഴയ നിയമഗ്രന്ഥത്തില് അകൽച്ച കാണിക്കുന്ന ഒരു ദൈവം. പുറപ്പാട് 33:20 നീ എന്റെ മുഖം കണ്ടുകൂടാ എന്നാ ദൈവം പറയുന്നത്. നീ എന്റെ മുഖം കണ്ടുകൂടാ. കാരണം ദൈവം ഒരു അകൽച്ച ആ മനുഷ്യനുമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ കൂടെ നടക്കാൻ, മനുഷ്യനായി ഉള്ളിൽ വസിക്കാൻ, അപ്പമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നവൻ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 തിരുവചനം. കൂടെ നടക്കാനായി, കൂടെ വസിക്കാനായി, കൂടെ ആയിരിക്കുവാനായി ഇതാ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു അപ്പമായി, വിശുദ്ധ കുർബാനയായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ഈശോയുടെ ചങ്കിലേക്ക് നമ്മളും, നമ്മുടെ ചങ്കിലേക്ക് ഈശോയും, അങ്ങനെ നമ്മൾ ഒന്നായി തീരുകയാണ്. ഈശോയും നമ്മളും ഒന്നായി തീരുന്ന മനോഹരമായ നിമിഷങ്ങൾ. ബത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. അപ്പത്തിന്റെ ഭവനം. അവിടെയാണല്ലോ ഈശോയുടെ ജനനം തന്നെ. 13-ാം ലേയോ മാർപ്പാപ്പ പറയുകയാണ്, അളവില്ലാത്ത ദൈവത്തിന്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എന്റെ തമ്പുരാൻ ജനിച്ച് കുരിശുമരണവും ഉദ്ധാനവും നടത്തിയനെ. അത്രമാത്രം അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയായി അവൻ മാറിയനെ എന്നല്ലേ അതിന്റെ സാരാംശം. ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ നശിച്ചു പോകരുത്, എനിക്ക് ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധമായിട്ടുണ്ടാകണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എന്റെ തമ്പുരാൻ ബത്ലഹേമിൽ ജനിച്ചതുപോലെ എനിക്ക് വേണ്ടി ജനിച്ച്, എനിക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത്, കുരിശുമരണം ഏറ്റെടുത്ത്, ഉദ്ധാനം നടത്തി, വിശുദ്ധ കുർബാനയായി മാറി എന്റെ ജീവിതത്തെ പോഷിപ്പിക്കുമായിരുന്നു എന്നാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്. അളവില്ലാത്ത ദൈവത്തിന്റെ കൂദാശ വിശുദ്ധ കുർബാനയെന്ന് പപ്പ പറഞ്ഞു വെക്കുമ്പോ ഈ അളവില്ലാത്ത കൂദാശ സ്വീകരിക്കുവാൻ എത്രമാത്രം ദാഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ലേ പ്രിയമുള്ളവരെ. ഞാൻ ഓർക്കുന്നു, ഇന്നലെ വർഗീസ് അച്ഛൻ പങ്കുവെച്ച, ഷാലൂമിലൂടെ പങ്കുവെച്ച ഒരു കാര്യം. അച്ഛനുമായിട്ടുള്ള അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഞാൻ ഒമാനില് അച്ഛനോടൊപ്പമായിരുന്നു. അച്ഛന്റെ കൂട്ടത്തില് ശുശ്രൂഷകളിൽ സഹായിച്ചും, അതുപോലെ തന്നെ 10-25ഓളം ഇന്റീരിയർ സ്റ്റേഷൻ, പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ വിശുദ്ധ കുർബാനയും കൂട്ടായ്മയും ഒക്കെ നടത്തുമ്പോൾ കൂടെ അച്ഛൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് പ്രാർത്ഥനകൾ നടത്തിയും ശുശ്രൂഷ നടത്തി വിശുദ്ധ കുർബാനയിൽ സഹായിച്ചുമൊക്കെ പോയ ധാരാളം അവസരങ്ങൾ. ഇതുകൂടാതെ ഞങ്ങള് ഒത്തിരിയേറെ മക്കള് ഇതുപോലെ ഓരോ ആഴ്ചയും
ഓരോ കൂട്ടായ്മകളിലേക്ക് 200, 300, 400 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ശുശ്രൂഷകൾ ചെയ്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാഹത്തോടെ അവരൊക്കെ കടന്നു വരുന്നത്. മാസത്തിൽ ഒരിക്കലൊക്കെയാ അവർക്ക് വിശുദ്ധ കുർബാന കിട്ടുന്നത്. 4 പള്ളികളെ അന്നും ഒമാനിലുള്ളൂ. ആ പള്ളികളിൽ ആ ടൗണിലും അടുത്തുള്ളവർക്ക് വരാൻ പറ്റൂ. പക്ഷെ അതിനേക്കാൾ ഉള്ളിലേക്ക് കിടക്കുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട്. പക്ഷെ അവിടെയുള്ള ഓരോ മക്കളും അവരുടെ ഭവനങ്ങള്, ഏതെങ്കിലും ഒരു നല്ല ഭവനം ഉണ്ടെങ്കിൽ ആ ഭവനം ഒരുക്കി എല്ലാവരും കൂടെ ദാഹത്തോടെ ഓടി വരികയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ മുസന്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഒരു 10, 50, 70 കിലോമീറ്റർ ഉള്ളിലുള്ള ആളുകളെ എല്ലാം ബസ്സുകളിലും വണ്ടികളിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഫാം ഹൗസ് എടുത്തിട്ട് അതിനുള്ളിൽ, അത് കുറെ ഉള്ളിലാണ്, അപ്പം നമുക്ക് പരസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഫാം ഹൗസ്, അതിന്റെ പ്രത്യേകത ഒരു വീടാണ് ശരിക്കും. അത് ഇച്ചിരി ഉള്ളിലേക്ക് കയറി, റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് കയറി, അവിടെ ആ വീടിന്റെ ഒരു ഒമാനികളുടെ വീടാണ്. അതിന് ചുറ്റും റൂമുകളെല്ലാം ചുറ്റും നടുക്കൊരു വലിയൊരു ഹോളാണ്. അത് അവരോട് ആ ലാൻഡ് ലോഡിനോട് പറഞ്ഞ്, അവരുമായിട്ട് എനിക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പെപ്സി കോളയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുമായിട്ട് എനിക്ക് ഞാൻ അവിടുത്തെ ബ്രാഞ്ചിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹവുമായിട്ട് കണക്ഷനായി. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ആ വീട് എടുപ്പിച്ച് അവിടെ ഒരു അൾത്താര സെറ്റ് ചെയ്ത് ഒരു പള്ളി പോലെയാക്കി അവിടെ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി. പ്രാർത്ഥനയ്ക്ക് അവസാനം വിശുദ്ധ കുർബാന. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് തുടങ്ങിയാൽ 3, 3:30, 4 മണി വരെ പോകുന്ന ശുശ്രൂഷ. എന്ത് ദാഹത്തോടെയാ ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരുന്നെന്നറിയാമോ? ബസ്സൊക്കെ ബുക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത്, വണ്ടിയില്ലാത്ത കൺസ്ട്രക്ഷൻ ജോലിയും മറ്റു ഫാമുകളിലും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും നേഴ്സുമാരും അങ്ങനെ പല ഫീൽഡുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ദാഹത്തോടെ ഓടി വരികയാണ്. പക്ഷെ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുത്ത കാര്യത്തെ കുറിച്ച് അച്ഛൻ പറയുക. ഒരു ഗോവ ഫാമിലി, അവര് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരുന്ന സമയത്ത് അപ്പനും അമ്മയും മൂത്ത കൊച്ചും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. 4 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, ഏഞ്ചൽ എന്നാ കുഞ്ഞിന്റെ പേര്. ആ കുഞ്ഞ് അപ്പം കിട്ടാത്തതിന്റെ പേരിൽ, ഈശോയെ കിട്ടാത്തതിന്റെ പേരിൽ കരയുകയാണ്. അവർ കൊടുത്തപ്പത്തേനും അച്ഛൻ അതിനുശേഷം കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് മുട്ടായിയൊക്കെ കൊടുത്തു വിട്ടു. പിന്നീട് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് ക്യാൻസർ രോഗമായി. അപ്പൊ അവൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈശോയെ വേണം, ഐ വാണ്ട് പാപ്പ ജീസസ് ഇൻ മൈ ലൈഫ്. അപ്പൊ ഈശോയെ വേണം, ഈശോപ്പച്ചനെ എനിക്ക് വേണം എന്നുള്ള ആഗ്രഹത്തോടെ ഈ ആഗ്രഹം ഈ മാതാപിതാക്കൾ അച്ഛനോട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പൊ 4 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പൊ ക്യാൻസർ രോഗമാണ്. എത്ര നാൾ ജീവിക്കുന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് അച്ഛൻ ബിഷപ്പിൽ നിന്ന് പ്രത്യേകം പെർമിഷൻ എടുത്ത് ഒമാനിലുള്ള റോയൽ ഹോസ്പിറ്റലില് അവിടെ തന്നെ ഈ അതികുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. വളരെ ആഘോഷമായി നാനാജാതി മതസ്ഥരായ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം പറയാണ്, അത് ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുക. അതുപോലെ ഒരു അനുഭവം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ. ആ കുഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച്, ഷി വാസ് സോ ഹാപ്പി, ഒത്തിരി സന്തോഷമായിരുന്നു. അതെല്ലാം സ്വീകരിച്ച്, വിശുദ്ധ ഈശോയെ സ്വീകരിച്ച് അവരെല്ലാം കടന്നുപോയി. പിറ്റേ ദിവസം ആ കുഞ്ഞു മരിച്ചു. ഒരു വിശുദ്ധയായ കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ആഗ്രഹമായിരുന്നു പാപ്പ ജീസസിനെ സ്വീകരിക്കണം. കണ്ടോ എന്ത് ദാഹത്തോടു കൂടിയാ. നമ്മുടെയൊക്കെ ആദ്യ കുർബാന നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം. അന്ന് ഇത്രയും ദാഹമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല. സിസ്റ്റേഴ്സ് പഠിപ്പിച്ചു, അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനിൽ പോയതേ ഉള്ളൂ. പക്ഷെ ആ ദിവസം ഇന്നും എൻ്റെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുകയാണ്. ക്രൈസ്തവന്റെ ജീവനാണ് വിശുദ്ധ കുർബാന. ക്രൈസ്തവന്റെ ഹൃദയമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന. കൂദാശ വചനത്തിന്റെ ശക്തിയാൽ ശരീരവും രക്തവുമായി മാറുകയാണ് നമ്മൾ അൾത്താരയിലേക്ക് കൊടുക്കുന്ന അപ്പവും വീഞ്ഞും. ഉൽപ്പത്തിയിൽ ആദ്യാധ്യായത്തിൽ വചനത്തിലൂടെ സൃഷ്ടി നടത്തിയതുപോലെ കൂദാശ വചനത്തിന്റെ ശക്തിയാലാണ് ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത്. ഒരു വസ്തു മറ്റേതിനോട് ചേർന്നാൽ അതിന്റെ സ്വഭാവം ലഭിക്കുന്നത് പോലെ ഈശോ അപ്പമായി നമ്മളിലേക്കുമ്പോ ഈശോയുടെ സ്വഭാവം നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, യേശു നമുക്കാരാ, യേശു എന്റെ ജീവിതത്തിൽ ആരാണ് എന്നെനിക്ക് പറയാൻ പറ്റണമെങ്കിൽ വിശുദ്ധ കുർബാന എന്റെ ജീവിതത്തിലേക്ക് ലയിക്കണം, വിശുദ്ധ വചനം എന്റെ ജീവിതത്തിൽ ആഴപ്പെടണം. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഓസ്ട്രേലിയയില്
ഒരു കുടുംബം. 2008 ജനുവരി മാസത്തിൽ ഞാനും കൊച്ചു മാത്യു അച്ഛനും മാത്യു ഇലവെങ്കിൽ അച്ഛനും കൂടെ ആലീസ് സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ വന്നതിന്റെ പിറ്റേ വർഷമാണ്, ഓസ്ട്രേലിയ വന്നതിന്റെ പിറ്റേ വർഷം. അവിടെ കൂടുതലും ആദിവാസികളുള്ളൊരു സ്ഥലം, അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ, അത് ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതിന് ശേഷം അച്ഛന് പോരണമായിരുന്നു, തിരിച്ചു പോന്നു. അപ്പൊ അവിടെ കുറെ മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മലയാളത്തിൽ ഒരു ശുശ്രൂഷ വേണം. അപ്പൊ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു 3 ദിവസത്തെ ധ്യാനം നടത്താനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പോയി. ആ ശുശ്രൂഷയില് ധാരാളം മക്കൾ പങ്കെടുത്തു. ഒരു മകൻ ഏറ്റവും മുന്നിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒന്നും ഒരു പ്രതികരണവും ഇല്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു അസ്വസ്ഥത തോന്നി. എന്താണ് ഈ സഹോദരൻ ഒന്നിനോടും പ്രതികരിക്കുന്നില്ലല്ലോ, പ്രൈസിലോട് പറഞ്ഞ ഉത്തരവില്ല, അങ്ങനെയൊന്നും ഒരു ഒന്നും മനസ്സിലാകാത്ത പോലെ. ശുശ്രൂഷയുടെ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥന അവിടുത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു നാട്ടില് ഒരു സ്വന്തമായി അമ്പലമുള്ള ഒരു വ്യക്തിയാണ്, ഹൈന്ദവനാണ്. ഇവിടെ വന്ന് അവരൊരു വീട് വാങ്ങി. ആ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷം എന്നും അസ്വസ്ഥതയാണ്, പ്രോബ്ലമാണ്, രോഗമാണ്, മാറി മാറി രോഗമാണ്. ഇപ്പൊ മൂത്ത കുഞ്ഞ് അവിടെ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പൊ അവനെ അവിടെ ആക്കിയിട്ടാണ് ഇവരിങ്ങോട്ട് പോന്നിരിക്കുന്നത്. വൈഫ് ഇടയ്ക്ക് പോകുന്നു, ഇവരിടയ്ക്ക് പോകുന്നു, അന്വേഷിക്കുന്നു. അങ്ങനെ അടുത്താണ്, വലിയ ദൂരമില്ല. അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിരിക്കുവാണ്. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരണം, പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്. അപ്പൊ അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നു. അവൻ ഹൈന്ദവനാണ്. അപ്പൊ ഈ പയ്യൻ തന്നെ എന്നോട് ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിശദമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെയുള്ള കൂട്ടായ്മയിലുള്ളവരെയാണ് കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരു ജപമാല ചെല്ലാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നു. അങ്ങനെ ജപമാല ചെല്ലുമ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ വീട്ടിലൂടെ നടന്നു ചെല്ലാൻ. എല്ലാ വീടിന്റെ അകത്തും പുറത്തുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ജപമാല പ്രദർശനം പോലെ ജപമാല ചൊല്ലി ഒരു ഡെലിവറൻസ് പ്രെയർ ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം ഞാൻ മെൽബണിലേക്ക് എൻ്റെ സ്ഥലത്തേക്ക് പോന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഈ കാര്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അന്നത്തെ ആ ധ്യാനവും കഴിഞ്ഞ് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയും കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും രോഗിയായിരുന്നു കുഞ്ഞ് എഴുന്നേറ്റു. അവനൊരു കുഴപ്പമില്ല. പിന്നീട് ആ വീട്ടിൽ രോഗമേ വന്നിട്ടില്ല. അത് ഈ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വലിയ ഒരു വിശ്വാസത്തിന് കാരണമായി. അവർ പിന്നെ സജീവമായി പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിരന്തരം എന്നോട് ബന്ധപ്പെടുമായിരുന്നു. അവസാനം അവർ നാട്ടില് അവധിക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുന്ന സമയത്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടണം ആദ്യം. അപ്പൊ അവരുടെ എല്ലാം വീട്ടിൽ എല്ലാവരും ഹിന്ദുക്കളാണ്. അമ്പലമുള്ള വീടാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സ്വന്തമായിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രസിഡന്റോ ഒക്കെ ആയിരുന്നു പുള്ളി. അപ്പൊ നാട്ടിൽ അവരോടൊക്കെ വിളിച്ചപ്പോ ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രശ്നം വെക്കണം, അതൊക്കെ വെച്ചു. എന്തൊക്കെ വെച്ചിട്ടൊന്നും ശരിയാകുന്നില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പം അവിടുത്തെ ഈ വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ. അങ്ങനെ അവര് നേരെ ഇവിടുന്ന് ദൈവം ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനമൊക്കെ കൂടി പിന്നീടാണ് വീട്ടിലേക്കൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് വന്ന് മെൽബണിൽ വന്ന് എന്നോടൊപ്പം 2 ദിവസം താമസിച്ച് ഒക്കെയാണ് അവർ പോയത്. പിന്നീട് നിരന്തര ബന്ധം, കണക്ഷൻസ്. അതിനുശേഷം ആ ധ്യാനത്തിന് ശേഷം അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവർക്കൊരു കുഞ്ഞിനെയും കൂടെ വേണം. അപ്പൊ ഈ ധ്യാനം കഴിഞ്ഞതോടുകൂടി 1 മാസം കഴിഞ്ഞ് ഞാൻ മെൽബണിലായിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഫോൺ കോൾ വരികയാണ്. സഹോദരനും സഹോദരിയും കൂടെ വിളിച്ചിട്ട് പറയാണ്, ജിജുമോൻ ബ്രദറെ, ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കർത്താവ് ഉദരത്തിൽ തന്നിട്ടുണ്ട്. എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലേ, സന്തോഷമാണ്. ഏറ്റവും ആദ്യം അറിയിക്കുന്നത് ബ്രദറിനെയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ഒരു പേര് ഇടണം, പിള്ളയെ പ്രാർത്ഥിച്ചുകൊണ്ട് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനതങ്ങ് മറന്നുപോയി ആ കാര്യം. അത് കഴിഞ്ഞ കുഞ്ഞുണ്ടായി ഉടനെ അവർ ആശുപത്രിയിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോ ആശുപത്രിയിൽ നിന്ന് വിളിച്ചപ്പോ അവർ ഓർമ്മിപ്പിച്ച പേര് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് ജോഷുവ എന്നുള്ള പേരാണ്. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ വൈഫ് റിജിമോളുണ്ട്. അവള് പറഞ്ഞു എന്റെ മനസ്സിലേക്കും വന്ന പേരതാണ്. അങ്ങനെ ആ പേര് ആ കുഞ്ഞിന് അവരിട്ടു. നല്ല മിടുക്കനായ കുഞ്ഞ്. അവരിങ്ങനെ അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലമാണ് പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവര് സ്ഥലം മാറിപ്പോയി. കുറച്ചാൾ കഴിഞ്ഞപ്പോ
പിന്നെ ഇങ്ങനെ എപ്പോഴും എന്നോട് പറയും, ഞങ്ങൾക്ക് എപ്പോഴാ ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് അവര് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, കുറച്ച് ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ സമയമായി എന്ന് ഈശോ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട സമയം, മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കേണ്ട സമയമായി, ഒരുങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അവർ സംസാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്തു, വിശുദ്ധ കുർബാന, ആദ്യ കുർബാന, മാമോദിസയൊക്കെ ആയിട്ട്. ബോസ്കോ പിതാവ് ഇവിടെ മെൽബണിൽ ചാർജ് എടുത്തതിന്റെ 2 വർഷം കഴിഞ്ഞു. എനിക്കൊന്ന് 2016 തോന്നുന്നു. അപ്പോ ഞങ്ങൾ ആഘോഷമായിട്ട് പിതാവും ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിലേക്ക് പോയി. അവരുടെ ഗോഡ് പേരൻസ്, ആ കുഞ്ഞിന്റെ, പ്രത്യേകിച്ച് ജോഷുവായുടെ ഗോഡ് പേരൻസ് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അങ്ങനെ വളരെ ദാഹത്തോടെ ഈശോയെ സ്വീകരിച്ച് വളർന്നു വന്ന കുഞ്ഞു വളർന്നു വന്നു, മിടുക്കനായി. പിന്നീട് അവൻ കുറച്ചു നാൾ, ഒരു 7-8 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അവന് ഒരു വലിയ മാരകമായ രോഗം, ബ്ലഡ് ക്യാൻസർ, ആർക്കും പരിഹാരം കണ്ടുപിടിക്കുക, ഒരു മെഡിസിനും ഇല്ലാത്ത ഒരു രോഗത്തിലേക്ക് അവൻ വീണു. പക്ഷേ അവൻ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും വിശുദ്ധ കുർബാന എപ്പോഴും അവന്റെ ജീവിതത്തിന്റെ ഒരു വലിയ സ്രോതസ്സായിട്ട് അവനിങ്ങനെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു, വലിയ ശക്തിയായിട്ട് ആ കുടുംബം മുഴുവനും എപ്പോഴും. പിന്നീട് അവൻ നല്ല കൃപയുള്ള കുഞ്ഞായി മാറി. ഫോണിലൂടെ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചാല് നമുക്ക് പ്രാർത്ഥിച്ച മെസ്സേജുകൾ തരും. പരിശുദ്ധാത്മാവ് അവനിലൂടെ സംസാരിക്കും. ഞാൻ രോഗിയായിരുന്ന സമയത്ത് പല പ്രാവശ്യം അവനെ കാണാൻ ഞാനും റെജിയൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് കോവിഡ് സമയത്താണ് അവൻ മരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇന്റർസ്റ്റേറ്റിൽ പോകാൻ പറ്റാഞ്ഞത് കൊണ്ട് ഫ്യൂണറൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് അവസരം കിട്ടി, ഏറ്റവും അടുത്ത അവസരത്തിൽ ഞങ്ങൾ പോവുകയും അവന്റെ ട്യൂമ്പിൽ പോയി പ്രാർത്ഥിക്കുകയും, ഇന്ന് എൻ്റെ ഭാര്യ റെജി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് പോയി അവിടെ പോകാനും പ്രാർത്ഥിക്കാനും അവരോടൊപ്പം ആ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും ഒക്കെ ഒരു സമയം കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒത്തിരി ദാഹത്തോടെ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നടന്നു. എന്താണെന്നറിയാമോ? ഈ കുടുംബം ഈ ആലിസ് സ്പ്രിങ്സിൽ നിന്ന് പെർത്തിലേക്ക് മാറിയപ്പോ അവിടെ അവർക്ക് ജോലി കിട്ടിയത് എവിടെയാണെന്നറിയാമോ? അദ്ദേഹം അന്ന് മാമോദിസ സ്വീകരിച്ചിട്ടില്ല. ആ സഹോദരന് ജോലി കിട്ടിയത് പെർത്തിലെ ആർച്ച് ഡയസിസ്, അതായത് അവിടുത്തെ അതിരൂപതയിലെ കത്തീഡ്രൽ പള്ളിയിലെ ജോലി, ഒരു സൂപ്പർവൈസർ ജോലി. എന്നിട്ട് അവർക്ക് ആ കത്തീഡ്രൽ പള്ളിയിൽ തന്നെ താമസിക്കാനുള്ള അവസരം. ഇന്നും താമസിക്കുന്നവർ അവിടെയാണ്, അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ അവിടുത്തെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ കാര്യമാണ്, ഒത്തിരി കാര്യമാണ്. അവരെ സന്തോഷത്തോടെ അവിടെ വളരെ കമ്മിറ്റഡ് ആയിട്ട് ശുശ്രൂഷയാണ്. ആ സഹോദരനും സഹോദരന്റെ പേര് സുബി എന്നാണ്, സഹോദരിയുടെ പേര് ജയശ്രീ. ഇന്ന് വളരെ ദാഹത്തോടെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചു വളരുന്ന മക്കള്. ഇന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു, ഈ ജോഷുവ എന്ന് പറയുന്ന കുഞ്ഞൊരു വിശുദ്ധനാണ്. സ്വർഗത്തിലിരുന്ന് ഈ നിമിഷങ്ങളിൽ അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇന്ന് എൻ്റെ ഭാര്യ റിജിമോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയെ സമർപ്പിച്ചിട്ടാണ് പോകുന്നത്. അവനൊരു വിശുദ്ധനായ കുഞ്ഞാണ്. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ജീവന്റെ അപ്പത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരുക്കമില്ലാതെ, വിശുദ്ധിയില്ലാതെ, അയോഗ്യതയോടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന് ഈശോ അരുളി ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു ജീവനില്ലാത്ത അവസ്ഥ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. നല്ല അനുഭവത്തിലുള്ളവർ ഈ കൂട്ടായ്മയിലുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല എങ്കിൽ എനിക്കെന്തേ ഈ ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ പറ്റാത്തത് എന്ന് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും. വിശുദ്ധ കുർബാനയോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? ഞാൻ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട്? വിശുദ്ധ കുർബാനയും ദൈവത്തിന്റെ വചനത്തെയും ഞാൻ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കൊതിക്കുകയും ചെയ്യുന്നുണ്ട്? ഞാൻ ഒമാനിലായിരുന്ന സമയത്ത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ. പിന്നീട് ഒത്തിരി അനുഭവങ്ങളും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും ഒക്കെ എനിക്ക്, ഞാനും റെജിയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കിട്ടിയ അനുഭവമുണ്ട്. പിന്നീട് ഒരിക്കലും അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പക്ഷേ അതിനുശേഷം വിശുദ്ധ കുർബാന ഞാൻ ചുമ്മാ പോയി തുടങ്ങിയത്. എന്നെ ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഫ്രീ ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുതൽ ഞാൻ തന്നെ ഇങ്ങനെ പോയി തുടങ്ങി. പിന്നെ അതെനിക്കൊരു ഹരമായി മാറി. വിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല, എല്ലാ ദിവസവും പോകണം. പിന്നീട് ഞാൻ അവിടുന്ന് UK പോയപ്പോൾ ജോലിയുടെ പ്രശ്നങ്ങൾ കാരണം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അതുപോലെ അവിടെ എല്ലാ ദിവസവും കുർബാന ഇല്ലായിരുന്നു.
അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ആ സമയം ഒന്ന് സൂട്ട് ചെയ്യാഞ്ഞതുകൊണ്ട് കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ ആ ഒരു ഫ്ലോ അങ്ങ് പോയി. ശരി. പിന്നീട് ഞാൻ ഓസ്ട്രേലിയയിൽ വന്ന് ഈ സുബിയും ജയശ്രീയോടൊപ്പം മറ്റൊരു കുടുംബവും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ സഹോദരിയുടെ പേര് സൗദാമിനി എന്നാണ്. സൗദാമിനിയുടെ ഹസ്ബൻഡ് സജീവനും മോളും കൂടെയാണ്. ഈ രണ്ട് കുടുംബമാണ് അന്ന് കുർബാന മാമോദിസ സ്വീകരിച്ചും കുർബാന സ്വീകരണം നടത്തിയതും. ഈ സഹോദരി നിരന്തരമായിട്ട് എന്നോട് ബന്ധപ്പെടുമായിരുന്നു. അപ്പോൾ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രദറെ, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഈശോ സ്വീകരിക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ഇവിടെയൊക്കെ ഈ പള്ളികളിൽ നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമുക്ക് കുർബാന സ്വീകരണം നടത്താൻ പറ്റാത്തവരാണെങ്കിൽ നമ്മളെ അച്ഛന്മാർ അല്ലെങ്കിൽ കമ്മ്യൂണിയൻ മിനിസ്റ്റർ ബ്ലസ് ചെയ്ത് വിടും. അപ്പൊ ഈ മകള് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൈകൾ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ബ്ലെസ്സിങ്ങിനാണെന്ന് അവർക്കറിയാം. ആ അച്ഛൻ ബ്ലസ് ചെയ്ത് വിടും. ലാറ്റിൻ റൈറ്റിൽ അങ്ങനെയാണ്. അങ്ങനെ ബ്ലസ് ചെയ്ത് പോരുന്ന ഒരു ദിവസം അവളിങ്ങനെ ചിന്തിക്കുകയാണ്, എപ്പോഴാണ് എനിക്ക് ഇവരെല്ലാവരും സ്വീകരിക്കുന്ന പോലെ എന്റെ ഈശോയെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുക? മ്യൂട്ട് ചെയ്യാമോ? ഹോസ്റ്റുമാരാരെങ്കിലും ഒന്ന് നോക്കി മ്യൂട്ട് ചെയ്യാം, ആരോട് സംസാരിക്കുന്നു. അങ്ങനെ ആ മകൾ ഒരു ദിവസം ദാഹത്തോടെ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ അവിടെ അൾത്താരയുടെ മുമ്പിൽ പൊക്കത്തില് കർത്താവ് ഇങ്ങനെ എഴുന്നള്ളി വന്നിട്ട് ഇരു കരങ്ങളും വെച്ച് ഈ മോളെ ആശീർവദിക്കുന്ന അവൾ കാണുകയാണ്. അവൾക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി. അവളുടെ കരഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ ഇരുന്നത് ഈ ബ്ലെസ്സിങ് മേടിച്ചിട്ട് വന്നിരുന്നപ്പോ. പിന്നീട് അധികം താമസിയാതെ തന്നെ അവൾക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ദൈവം അവസരം കൊടുത്തു. മുടങ്ങാതെ അന്ന് മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു പ്രേരണയായി ഈ മകളോട് സംസാരിച്ചപ്പോൾ. അപ്പൊ ഞാനും ചിന്തിക്കാൻ തുടങ്ങി. എന്റെ ജോലിയിലും ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അതിന് തക്കതായ ജോലി എനിക്ക് ഒരുക്കി തരണം, സാഹചര്യം ഒരുക്കി തരണം. പിന്നീട് പ്രിയമുള്ളവരെ, എനിക്കൊരു അച്ഛനെ തന്നെ കർത്താവ് തന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ ജോലിയിൽ മാറ്റം വന്നില്ല. പക്ഷെ എനിക്കൊരു പരിചയപ്പെട്ട ഒരു അച്ഛൻ പറഞ്ഞു, അച്ഛനോട് ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏത് സമയം പാതിരാത്രി, ഞങ്ങൾ ഒരു ദിവസം പാതിരാത്രിക്ക് പോലും ജോലി കഴിഞ്ഞ് പോയി, രാത്രി 10 മണിക്ക് ശേഷം ജോലി കഴിഞ്ഞ് പോയിട്ട് പോലും വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് കർത്താവ് ജോലി മാറ്റങ്ങൾ തന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുള്ളപ്പോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഈശോ എനിക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് സാധിച്ചിരുന്നു. നമ്മുടെ ഈ കൊച്ചാഗ്രഹം എന്ന് പറയുന്നത് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമ്മളിൽ വസിക്കാൻ ഈശോ ആഗ്രഹിച്ചാണ് അപ്പമായി മാറിയത്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ മനോഭാവം മാറുമ്പോൾ ഈശോ തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വരും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സൗകര്യമുണ്ടായിട്ടും ഞാനത് അവഗണിക്കുന്ന ഒരു വ്യക്തിയാണോ? അതോ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഞാൻ മുഴുവൻ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പള്ളിയിൽ പോയപ്പോഴത്തെ അച്ഛൻ പറയാണ്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവർ ഈശോയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പോകുന്നത്. ഈശോയും ഒത്തിരി സ്നേഹിക്കുന്നു നമ്മളെ. സൺഡേ മാത്രം പോകുന്നവർ ഒബ്ലിഗേഷൻ ആയതുകൊണ്ടാണ് പോകുന്നത്, അതിനുവേണ്ടി മാത്രം. ചിലപ്പോൾ സാഹചര്യങ്ങളല്ലാത്തവരും ഉണ്ടാകാം. ഒരു ജനറൽ ആയിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമുക്ക് കിട്ടുന്ന ഈ അവസരം ഇനി എത്ര നാളുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുള്ള അവസരം എത്രയോ രാജ്യങ്ങളിൽ അതിനുള്ള അവസരങ്ങളില്ല. വിശുദ്ധ കുർബാന ലഭിക്കാത്ത എത്രയോ സ്ഥലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പാഴാക്കാതെ ഈശോ അനുഭവിക്കുമ്പോൾ യേശു ആരാണെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും വിളിച്ചു പറയാൻ പറ്റും നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ യേശു ആരാ? ആ യേശുവിനെ ഈ ലോകത്തിലുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ രുചിച്ചറിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അയോഗ്യതയോടെ ആരെങ്കിലും കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി തെറ്റ് ചെയ്യുന്നു. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നമുക്ക് അനുദപിച്ച് മാപ്പ് ചോദിക്കാം, തീരുമാനമെടുക്കാം ഈ രാത്രി.
ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആരാധനയിൽ, വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പോയിരിക്കുമ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കർത്താവിന്റെ മുമ്പിൽ ഒന്ന് പോയിരുന്നാൽ മതി. അവൻ നമ്മളെ അഭിഷേകം ചെയ്തേ വിടൂ, അനുഗ്രഹിച്ചേ വിടൂ. ഒത്തിരി അങ്ങോട്ട് സംസാരിക്കുന്നതല്ല പ്രാർത്ഥന, കർത്താവിന്റെ സ്വരം കേൾക്കുന്നതാ, അവന്റെ മുമ്പിൽ ഒന്ന് പോയിരിക്കുന്നതാ. വിശുദ്ധ കുർബാനയുടെ പരസ്യമായ ആരാധനയിൽ, വിടുതൽ ശുശ്രൂഷകളിൽ എത്ര അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? ധാരാളം അനുഭവങ്ങളുണ്ട്. പറയാനായിട്ട് പോയാൽ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ പറഞ്ഞ് ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പറയാം. ഒരു സഹോദരി ധ്യാനം കൂടാൻ വന്നതാ. ആ സഹോദരിയുടെ അമ്മയ്ക്ക് യൂട്രസില് സിസ്റ്റായിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അവൾ പറഞ്ഞു, ഞാൻ പോയി ഒരു ധ്യാനം കൂടിയിട്ട് വന്നിട്ട് അമ്മേനെ ആശുപത്രി കൊണ്ടാകാം. ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ, ഞങ്ങളുടെ ധ്യാനത്തിന്റെ അഗാപ്പെ ഇന്റർനാഷണൽ കാത്തലിക് മിഷന്റെ കുടുംബവൃക്ഷ ശക്തീകരണ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ചാടിപ്പോകുന്നത് തോന്നി. അവൾ അവിടെ ഇവിടെ തപ്പിയിട്ടൊന്നും കണ്ടില്ല. തിരിച്ചുപോയി മോള്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പൊ ഈ അമ്മ ചോദിച്ചു, നിനക്ക് എപ്പോഴാ മോളെ ഈ അനുഭവം ഉണ്ടായി? അവൾ ആ സമയം പറഞ്ഞു. ആ സമയം അമ്മ പറയാണ്, ഞാൻ ആ സമയത്ത് ഇവിടെ നമ്മുടെ കുടുംബ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കും എന്തോ ഇതുപോലെ സംഭവിച്ചു, എന്തോ ചാടിപ്പോകുന്നതാണ് തോന്നി. അപ്പൊ ഇവര് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് നാളെ പോയി ഒന്നുകൂടെ സ്കാൻ ചെയ്യാം. പിറ്റേ ദിവസം അവര് ഡോക്ടറോട് പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. അവർ സ്കാൻ ചെയ്ത് നോക്കുമ്പോ ആ യൂട്രസിൽ സിസ്റ്റേ ഇല്ല, അങ്ങനെ ഒരു മുഴയില്ല. കർത്താവ് എടുത്തു മാറ്റി. ഇത് തമ്പുരാനെ ആരാധിക്കുമ്പോൾ കിട്ടുമെന്ന വലിയൊരു വിടുതലാണ്. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറും. അപ്പോൾ യേശു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ നല്ല ഈശോയെ, ഈ മനോഹര നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കർത്താവേ, ഈ തിരുമണിക്കൂറിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. നീ ഞങ്ങൾക്ക് ആരാണ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അനുഭവിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈശോയെ, അങ്ങയുടെ വലിയ കൃപയാൽ ഞങ്ങൾ നിറയട്ടെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ നിറഞ്ഞു കവിയട്ടെ. ഈശോയെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങൾ മാറട്ടെ. വലിയൊരു വിടുതലായി, വലിയൊരു അനുഗ്രഹമായി, വലിയൊരു അഭിഷേകമായി, വലിയൊരു കൃപയായി, വലിയൊരു ശക്തിയായി യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ക്രിസ്തുവാണെന്ന് പറയാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, യോഗ്യതയോടെ, കൃപയോടെ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾക്ക് അതിനായി തരണമേ. ഈശോയെ, അതിനായ അവസരങ്ങൾ ഞങ്ങൾക്ക് അനുയോജ്യമാക്കി തരണം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവമേ, ഈശോയെ, ഞങ്ങൾക്ക് നിന്നെ സ്വീകരിക്കാൻ, ഒരു ദിവസം പോലും മുടങ്ങാതെ സ്വീകരിക്കാൻ ദൈവമേ കൃപ നൽകണമേ. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയുടെ ശക്തി, ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തി, കർത്താവെ, ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരസ്യമായ ആരാധനയുടെ ശക്തി ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരട്ടെ. സഭാ കൂട്ടായ്മയിൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ അത്ഭുതകരമായ വിടുതലും ശക്തിയും അനുഗ്രഹവും കൃപയും വിശുദ്ധിയും വിശ്വാസവും കരുണയും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. ദൈവകരുണ അണവട്ടി ഒഴുകുന്ന നിമിഷങ്ങളായി മാറട്ടെ. കരുണയുടെ മഹാസമുദ്രത്തിൽ ഞങ്ങളെ മുക്കണമേ ദൈവമേ. ഈശോയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തീവ്രമായ ആഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. സഭയോട് ചേർന്ന് സഭയെ പടുത്തുയർത്താനുള്ള കൃപ നൽകണമേ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കാനുള്ള കൃപ നൽകണമേ. വിശുദ്ധ മദർ തെരേസായെ പോലെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ശക്തി സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരിലേക്ക് യേശുവിനെ കൊടുക്കാൻ കർത്താവെ സാധിച്ചതുപോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ വിശ്വാസത്തിന്റെ ദീപപന്തമേന്തി മുന്നേറുവാനുള്ള കരുത്ത് നൽകണമേ. പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകണമേ. തീച്ചുള്ള അനുഭവങ്ങളിൽ കർത്താവെ തീയായി മാറാനുള്ള കൃപ നൽകണമേ. എന്റെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഇവ മക്കളെ എല്ലാവരെയും കർത്താവെ സഭാ കൂട്ടായ്മയിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് പരിശുദ്ധ പിതാവിന്റെ കൂട്ടായ്മയിൽ കർത്താവെ, ഈ ഡിവിന മിസ്ട്രിക്കോർഡിയ മിനിസ്ട്രിയുടെ അഭിമന്യ പിതാക്കന്മാരുടെ അഭിഷേകത്തിന്റെ
ആ വൈദികരുടെ എല്ലാം അഭിഷേകത്തെ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇന്ന് ആരാധന നയിക്കുന്ന തോമസ് അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ സ്പിരിച്വൽ ഫാദേഴ്സ് ആയിരിക്കുന്ന അഗാപ്പ ഇന്റർനാഷണൽ കാത്തലിക് മിഷന്റെ സ്പിരിച്വൽ ഫാദേഴ്സിനോടും അഭിവന്ധ്യ പിതാക്കന്മാരോടും ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈശോയെ, നിന്റെ വലിയ കരുണ നിറയട്ടെ. മെൽബൺ രൂപതയുടെ മെത്രാനായ ജോൺ പിതാവിന്റെ ആത്മീയ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് കർത്താവെ, എളിദാസൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപ നൽകണമേ കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് മക്കൾക്ക് നൽകണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്താണോ, ഇവർ കടന്നു പോകുന്ന ജീവിത അവസ്ഥകൾ എന്താണോ, അവിടെയൊക്കെ ഈശോയുടെ വലിയ ശക്തി കടന്നു വരട്ടെ കർത്താവേ. അവർക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ദൈവ കരുണയിൽ നിറഞ്ഞ് കൃപയിൽ അവരുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തി കൊടുക്കണമേ. ഇവരുടെ ജീവിതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന രോഗത്തിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കർത്താവെ തകർക്കാൻ ശ്രമിക്കുന്ന, വിശ്വാസത്തിൽ നിന്നും തീഷ്ണതയിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെ, അന്ധകാര പൈശാചിക ദുഷ്ട സേനകളെ നസറായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയോട് ചേർന്ന്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു, നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മ വിട്ടുമാറട്ടെ. യേശുവിനെ അനുഭവിക്കാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.